എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് ചിങ്ങമാസ ഫലത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ചിങ്ങമാസ ഫലത്തിൽ മിഥുനൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മിഥുനൻ രാശിയിൽ വരുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യം 3 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ മിഥുനൻ രാശിക്കാരുടെ ചിങ്ങമാസത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2ാം ഭാവത്തിൽ ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നു. 10ൽ ശനി ഉണ്ടെങ്കിലും ശനി വക്രഗതിയിലാണ്. അപ്പോൾ ശനിദോഷം അകന്നു നിൽക്കുന്ന സമയമാണ്. ആദിത്യനും കേതുവും 3ലും, രാഹു 9ലും, ശുക്രൻ 4ലും 5ലും ഒക്കെയായിട്ട് സഞ്ചരിക്കുന്ന കാലയളവുമാണ്. പൊതുവെ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്ന ഒരു മാസമായിരിക്കും ചിങ്ങമാസം. സമ്പത്ത്, ഐശ്വര്യം, സൽകീർത്തി എന്നിവയെല്ലാം വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഉന്നത പഠനം നടത്താനും വിദേശ പഠനം നടത്താനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് കിടന്നവർക്ക് വിവാഹം നടക്കാനോ അല്ലെങ്കിൽ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാനോ ഒക്കെ സാധ്യതയുള്ള സമയവുമാണ്. എല്ലാ കാര്യങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് വളരെയധികം സമാധാനത്തോടുകൂടി കാര്യങ്ങളെ കാണാനും അതിലൂടെ വിജയം കൈവരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. ശനി വക്രഗതിയിൽ, ഇപ്പോൾ കർമ്മസ്ഥാനത്ത് കണ്ടകസ്ഥാനത്താണെങ്കിലും വക്രഗതിയിലെ ശനിയുടെ സ്ഥിതി മൂലം കർമ്മരംഗത്ത് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. കർമ്മ സംബന്ധമായിട്ട് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ അതെല്ലാം മാറി കർമ്മപുഷ്ടി ഉണ്ടാകുന്ന ഒരു കാലയളവാണ്. കൂടാതെ സാമ്പത്തിക നേട്ടങ്ങളും ഗൃഹസുഖവും ദാമ്പത്യ സുഖവും ഒക്കെ ലഭിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങമാസം. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കും വളരെയധികം ഗുണപ്രദമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം തന്നെയായിരിക്കും ചിങ്ങമാസം. ഈ രാശിക്കാർക്ക്, അതായത് മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ചിങ്ങമാസത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ കൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭിക്കുന്നതിനായിട്ട് വാട്സപ്പ് നമ്പർ മുഖേന കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.